ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആട്ടോ. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ, ഒന്ന് ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി ചോറുണ്ടാലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ മോറിസൺ വരെ ഒന്ന് പോയി നമുക്ക് 3 സീ ബാസ് 10 പൗണ്ടിന് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളത് മേടിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനകത്ത് 2 മീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി, ക്ലീൻ ചെയ്ത മീനാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് കഴുകി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും വളരെ കുറച്ച് മുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരൊന്നും കഴിക്കത്തില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ട്. അപ്പോൾ അത്രയൊക്കെ മാത്രം ഇട്ടിട്ടാണ് ഞാൻ മീൻ വറുക്കാറ്. വേറെ ഒരു സാധനങ്ങളും ചേർക്കാറില്ല. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ചാളയില്ലേ, മത്തിയൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം അത് മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലെ ചാളമീൻ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം തന്നെ മേടിച്ചുള്ളൂ, പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. നമ്മളിവിടെ മലയാളി കടകളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ബർമിംഗ്ഹാമിലാണ്. നമ്മളിവിടെ പോകുന്നത് മെയിനായിട്ട് നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ മോറിസണിലാണ് പോകുന്നത്. പിന്നെ ഇവിടെ അടുത്തൊരു ഗ്രീൻ ഹലാൽ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി കടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ചാളം വാങ്ങിച്ചത് അവിടെ നിന്നാണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാളയൊക്കെ നമ്മൾ ഐസിലിട്ട് ചാള വാങ്ങിച്ചു, വറുത്തു. പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ അയിലമീനും പിന്നെ നമ്മുടെ നെയ്മീനും എല്ലാം തരം മീനും ഇവിടെ കിട്ടും. പിന്നെ സീ ബ്രാസ് എന്ന് പറഞ്ഞൊരു മീൻ കിട്ടും. സീ ബ്രാസ് അല്ല, സീ ബ്രിം. അത് നല്ല മീനാണ് കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് വറുത്തിട്ടുണ്ട്. പിന്നെ ഇത് സീ ബാസ് കേട്ടോ. ഇത് നമ്മളിതേ നല്ല വെളിച്ചെണ്ണയിൽ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനകത്ത് ആണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് റോസ്മേരി കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ട് കേട്ടോ വറുക്കാൻ നേരത്ത്. അപ്പോൾ ഒരു സ്മെല്ലും ഒരു ഇതൊക്കെ ഉണ്ടാവും, നല്ലൊരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനത് വറുക്കാനിട്ട് പതുക്കെ, ഞാൻ ഒരുപാട് വറുത്തെടുക്കുന്നില്ല. കാരണം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് വറുത്തെടുക്കുന്ന ഇഷ്ടമല്ല. പതുക്കെ ഒന്ന് ഒരു പാതി വേവ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു പാകത്തിലാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ ആ ഒരു പാകത്തിനകത്ത് ഇതേ മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് വേവിച്ചങ്ങ് എടുക്കുവാണ്. അപ്പോൾ പിന്നെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടാലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നാട്ടിലൊന്നും മാനിറച്ചിയൊന്നും കിട്ടത്തില്ല. നമുക്ക് ഇവിടെ പക്ഷേ കിട്ടും കേട്ടോ. ഞങ്ങൾക്കിന്ന് കുറച്ച് മാനിറച്ചി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ്. അടുത്ത പ്രാവശ്യം അതാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ തൽക്കാലം പെട്ടെന്ന് നമുക്ക് ചോറുണ്ണാനായിട്ട്, ഇന്ന് വിശന്ന് പോയി, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചോറുണ്ണാനായിട്ട് ഈ മീൻ വറുത്തതും കൂട്ടിയാണ് നമ്മളിന്ന് ചോറുണ്ണാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ ഏകദേശം ഒരു പരിവാവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നങ്ങ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാരങ്ങാനീരൊക്കെ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ മീൻ എന്താ ഒരു രസമല്ലേ. അപ്പോൾ കുറച്ച് സവാളയുടെ ഒന്ന് ഡെക്കറേഷനും, കുറച്ച് ഒരു കുക്കുംബർ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചെത്തി അതിൻ്റെ ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ച് അതിനകത്ത് നിന്നൊരു നാരങ്ങയുടെ കഷ്ണം ഇങ്ങനെ എടുത്ത് അതൊക്കെ ഒന്നങ്ങ് പിഴിഞ്ഞൊക്കെ ഒന്ന് ഒഴിച്ചാലല്ലേ അതിൻ്റെ ആ ഒരു മീനിൻ്റെ വറുത്തതിൻ്റെ ആ ഒരു എല്ലാ ഒരു സെറ്റപ്പും കൂടെ വരുള്ളൂ എന്ന് വിചാരിച്ച് ആ നാരങ്ങ നീരൊക്കെ അങ്ങ് ഒഴിച്ച് ഇനി കുറച്ച് ചോറും കൂടെ എടുത്ത് കൊണ്ടുവന്ന് ആ മീനൊക്കെ അങ്ങ് വെച്ച് ഒന്ന് തിന്നട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ.